നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈഡ് എഫക്റ്റ് ഓഫ് തൈസൈഡ് ഡയോറട്ടിക്. തൈസൈഡ് ഡയോറട്ടിക്കിൻ്റെ സൈഡ് എഫക്റ്റ് ഏതാണെന്ന്. അപ്പം ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, തൈസൈഡ് ഡയോറട്ടിക്സ് എപ്പോഴും കഴിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു യൂഷ്വലി തൈസൈഡ് ഡയോറട്ടിക്കിൻ്റെ കൂട്ടത്തിലൊരു പൊട്ടാസ്യം സ്പാരിങ് ഡയോറട്ടിക് അല്ലെങ്കിൽ സ്പാരനോലാക്ടോൺ ഒക്കെ കൊടുക്കാറുണ്ട്. കാരണം പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഇവിടെ ആൻസർ ഏതായിരിക്കും? തൈസൈഡ് കഴിക്കുമ്പോഴത്തേക്കും പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു സ്പാരനോലാക്ടോൺ കഴിക്കണം എന്ന് പറയണമെങ്കിൽ അവിടെ ഏത് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്? ഹൈപ്പോകലീമിയ കണ്ടീഷനാണല്ലേ. പൊട്ടാസ്യത്തിൻ്റെ ലെവൽ തൈസൈഡ് കഴിക്കുമ്പോഴത്തേക്കും കുറയുന്നത് കൊണ്ടാണ് ഒരു പൊട്ടാസ്യം സപ്ലിമെൻറ്റ് പോലെ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറട്ടിക് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചോണം. തൈസൈഡ് ഡയോറട്ടിക്കിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പോകലീമിയ. ഓപ്ഷൻസ് ഹൈപ്പോകലീമിയ ഉണ്ട്, ഹൈപ്പർ ഉണ്ട്, ഹൈപ്പോകാൽസ്യമി ഉണ്ട്, ഹൈപ്പോമാഗ്നീസിയമി ഉണ്ട്. അപ്പോൾ എൻ്റെ ആൻസർ ഹൈപ്പോകലീമിയ ആണ്. തൈസൈഡ് ഡയോറട്ടിക് സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പോകലീമിയ. ഓർത്ത് വെച്ചോണം കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓഫ് സ്പാരനോലാക്ടോൺ. പറഞ്ഞതേ ഉള്ളൂ, സ്പാരനോലാക്ടോൺ തൈസൈഡിൻ്റെ കൂടെ കഴിക്കും. എന്തിനാ? അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ സ്പാരനോലാക്ടോൺ എന്ത് എഫക്റ്റ് ആയിരിക്കും? പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറട്ടിക്. ബാക്കിയിൽ നിന്ന് തന്നെ ഉണ്ട്, പൊട്ടാസ്യത്തിനെ സ്പെയർ ചെയ്യുന്ന ഡ്രഗാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? പൊട്ടാസ്യത്തിൻ്റെ ലെവൽ എങ്ങനെ കൂടുമായിരിക്കോ കുറയുമായിരിക്കോ? ഹൈപ്പർ കലീമിയ ആണല്ലേ. പൊട്ടാസ്യത്തിൻ്റെ ലെവൽ പൊട്ടാസ്യത്തിനെ സ്പെയർ ചെയ്യുവാണ്. അപ്പോൾ അവിടെ ഹൈപ്പർ കലീമിയ ആണ് അവിടെ ആൻസർ. സോ ദ ആൻസർ ഈസ് ബി, ഹൈപ്പർ കലീമിയ. സോറി, സ്ലൈഡ് മാറിപ്പോയി. സ്പാരനോലാക്ടോണിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഹൈപ്പർ കലീമിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോടെൻഷൻ ആൻഡ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഡ്രഗ് ഓർമ്മയുണ്ടോ? മൈഗ്രെയിൻ ഡ്രഗ്സിനെയൊക്കെ പറ്റി നമ്മൾ ഓട്ടോകോയിഡ്സ് പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കിക്കേ മൈഗ്രെയിൻ ഡ്രഗ്സ് ഒക്കെ. എന്നിട്ട് ഓപ്ഷൻസിലോട്ടൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് പ്രൊപ്പനലോൾ, ബീറ്റ ബ്ലോക്കർ ആണ്. നെക്സ്റ്റ് മീനോക്സിഡിൽ ഏത് ഡ്രഗ് ആണ്? ഇതൊരു വാസോ ഡയലേറ്റർ ആണ്, ആർട്ടീരിയുലർ വാസോ ഡയലേറ്റർ ആണ്. നെക്സ്റ്റ് ഹൈഡ്രോലസിൻ ഉണ്ട്. ഹൈഡ്രോലസിന് ഒരു വാസോ ഡയലേറ്റർ ആണ്. റിസർപ്പിൻ ഉണ്ട്, അഡ്രിനർജിക് ന്യൂറോൺ ബ്ലോക്കർ ആണ്. അപ്പോൾ ഇതിൽ ഹൈപ്പർ ടെൻഷനും മൈഗ്രെയിനും കൂടി കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ഏതാണ്? നമ്മൾ മൈഗ്രെയിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഓർമ്മയില്ലേ? ബീറ്റ ബ്ലോക്കർ പ്രൊപ്പനലോൾ ആണ്. ഹൈപ്പർ ടെൻഷനും മൈഗ്രെയിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ്. സോ ദ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, പ്രൊപ്പനലോൾ. മൈഗ്രെയിന് യൂസ് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യാവുന്ന എക്സാക്ട് ആൻസർ പ്രൊപ്പനലോൾ ആണ് കേട്ടോ. പ്രൊപ്പനലോൾ ആണ് കറക്റ്റ് ആയിട്ട്, അതിന് ആപ്റ്റ് ആൻസർ പ്രൊപ്പനലോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എ സി ഇൻഹിബിറ്റർ. എ സി ഇൻഹിബിറ്ററിന്റെ മെക്കാനിസം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ബാക്കിയിൽ നിന്ന് തന്നെ അറിയാം, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻഹിബിഷൻ ഓഫ് കൺവേർട്ടിംഗ് ആൻജിയോടെൻസിൻ 1 to ആൻജിയോടെൻസിൻ 2, ഇൻഹിബിഷൻ ഓഫ് റെനിൻ, വാസോഡയലേഷൻ, ബീറ്റ റിസപ്റ്റർ ഇൻഹിബിഷൻ. ഏതാ? ഇൻഹിബിഷൻ ഓഫ് കൺവേർട്ടിംഗ് ആൻജിയോടെൻസിൻ 1 to ആൻജിയോടെൻസിൻ 2. അങ്ങനെ ഫർദർ ആൽഡോസ്റ്റിറോണിന്റെ ലെവൽ കുറയുന്നു, സോഡിയം വാട്ടർ കുറയുന്നു, ബ്ലഡ് വോളിയം കുറയുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, BP കുറയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ആണ്. സോ ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ആക്ട് ആസ് ആൽഫ ബ്ലോക്കർ. ആൽഫ ബ്ലോക്കർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ആൽഫ ബ്ലോക്കർ എല്ലാവരും ഒന്ന് ഓർത്തേ. ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ ഏതൊക്കെ ഡ്രഗ് ആണ്? ഫസ്റ്റ് വൺ ഹൈഡ്രോലസിൻ. ഹൈഡ്രോലസിൻ ആണോ ഒരു ആൽഫ ബ്ലോക്കർ ആണോ? ഹൈഡ്രോലസിൻ ഒരു വാസോ ഡയലേറ്റർ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ടെറാസോസിനും പ്രസോസിനും ഒക്കെ ഒരു ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ ആണ്. ഇനി സി, പ്രൊപ്പനലോൾ ഒരു ബീറ്റ ബ്ലോക്കർ ആണ്. മീഥൈൽ ഡോപ്പ ഒരു സെൻട്രൽ സിമ്പതോലൈറ്റിക് ആണ്. സോ ദ ആൻസർ ഏതാണ്? ടെറാസോസിൻ. അതായത് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പ്രസോസിൻ, ടെറാസോസിൻ ഒക്കെയാണ് നമ്മുടെ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് കോസ് ടക്കിക്കാർഡിയ. ടക്കിക്കാർഡിയ എന്താണ്? ടക്കിക്കാർഡിയ, ബ്രാഡിക്കാർഡിയ. ടക്കിക്കാർഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുന്നതിനാണ് നമ്മൾ ടക്കിക്കാർഡിയ എന്ന് പറയുന്നത്. ഹാർട്ട് റേറ്റ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ ബ്രാഡിക്കാർഡിയ എന്ന് പറയും. ഇതൊരു പാർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ. സ്ഥിരം ചോദിക്കാറുണ്ട്, PSC ക്വസ്റ്റ്യൻസിനൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, GPAT-ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെച്ചോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് കോസ് ടക്കിക്കാർഡിയ? ഹൈഡ്രോലസിൻ ആണ് കേട്ടോ. അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോ.
നോട്ട് ചെയ്ത് തന്നെ വെച്ചോ. ഹൈഡ്രോലസിൻ ആണ്, പ്രൊപ്പനോലോൾ ബീറ്റ ബ്ലോക്കർ ആണ്, അറ്റനോലോൾ ഒരു ബീറ്റ ബ്ലോക്കർ, ഡിപ്പിന് ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്, ഹൈഡ്രോലസിൻ ഒരു വാസോഡയലേറ്റർ ആണ്. അപ്പം ഇത് ഹൈഡ്രോലസിന് വാസോഡയലേറ്റർ ആയ നമ്മുടെ ഹൈഡ്രോലസിൻ ആണ് ടക്കികാർഡിയ കോസ് ചെയ്യുന്നത്. ഇത് നോട്ട് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ നോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോലസിൻ ആണ് ടക്കികാർഡിയ കോസ് ചെയ്യുന്ന ഒരു ഡ്രഗ്. ഓക്കെ, ഓപ്ഷൻ ഡി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രഗ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മീഥൈൽ ഡോപ്പ് നമ്മൾ പ്രഗ്നൻസി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ കുറേ ഡ്രഗ്സ്, വേറെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട് നമുക്ക് സേഫ് ആണ്, പ്രഗ്നൻസി കണ്ടീഷനിൽ സേഫ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ഞാൻ വീഡിയോ പാർട്ട് 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എനലാപ്രിൽ, മീഥൈൽ ഡോപ്പ, ലെബിറ്റലോള്, നിഫിഡിപ്പിൻ. അപ്പോൾ ഇതിലേതാണ് നമുക്ക് പ്രഗ്നൻസി കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രഗ്? ഇതിൻ്റെ ആൻസർ എനലാപ്രിൽ ആണ്. അതായത് ഒരു ACE ഇൻഹിബിറ്ററായ എനലാപ്രിൽ നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി കണ്ടീഷനിൽ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് ടെറാറ്റോജനിക് ആണ്. ടെറാറ്റോജനിക് ഡ്രഗ് ആയതുകൊണ്ട് നമ്മൾ ACE ഇൻഹിബിറ്റർ കൊടുക്കത്തില്ല കേട്ടോ. ഇത് ഓർത്ത് വെച്ചോണേ, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. നമ്മുടെ പ്രഗ്നൻസിയിൽ എനലാപ്രിൽ അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റർ ഒന്നും കൊടുക്കത്തില്ല, കാരണം ടെറാറ്റോജനിക് ആണ്. സോ ദ ആൻസർ എ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡ്രഗ് യൂസ്ഫുൾ ഇൻ ഹൈപ്പർടെൻസി എമർജൻസി. ഒരു ഹൈപ്പർടെൻസി എമർജൻസി പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ഡ്രഗാണ് നമുക്ക് അങ്ങനെ ഒരു എമർജൻസി കേസിൽ കൊടുക്കാൻ പറ്റാത്ത ഏത് ഡ്രഗാണെന്ന് നോക്കാം. ഫസ്റ്റ് IV ഹൈഡ്രോലസിൻ, ഇൻഡാപമൈഡ്, സബ്ലിംഗൽ നിഫിഡിപ്പിൻ, സോഡിയം നൈട്രോപ്രൊസൈഡ്. ഹൈഡ്രോലസിൻ ഒരു വാസോഡയലേറ്റർ ആണ്, ഇൻഡാപമൈഡ് ഒരു ഡയൂറിറ്റിക് ആണ്, നിഫിഡിപ്പിൻ സബ്ലിംഗലായിട്ട് നിഫിഡിപ്പിൻ എന്താണ്, ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കർ. സോഡിയം നൈട്രോപ്രൊസൈഡ് ഒരു വാസോഡയലേറ്റർ ആണ്, ആർട്ടീരിയോളർ പ്ലസ് വീനസ് വാസോഡയലേറ്റർ ആണ് സോഡിയം നൈട്രോപ്രൊസൈഡ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹൈപ്പർടെൻസി എമർജൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രഗാണ് ചോദിച്ചത്. ഡയൂറിറ്റിക് ഡ്രഗാണ് നമുക്കൊരു ഹൈപ്പർടെൻസീവ് എമർജൻസിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഒരു മൈൽഡ് കേസിനോ ഒക്കെ നമുക്ക് കൊടുക്കാമെന്നല്ലാതെ ഒരു എമർജൻസി കേസിൽ ഒരിക്കലും നമ്മൾ ഡയൂറിറ്റിക് കൊടുക്കാറില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്, ഇൻഡാപമൈഡ്. ഓർത്തോണം കേട്ടോ, ഡയൂറിറ്റിക് ഡ്രഗ്സ് എമർജൻസി കേസിലൊന്നും കൊടുക്കത്തില്ല, ഒരു മൈൽഡ് ഹൈപ്പർടെൻസീവ് കേസിലൊക്കെ നമ്മൾ കൊടുക്കത്തുള്ളൂ. ആൻസർ ഇൻഡാപമൈഡ് ആണ്, ഡയൂറിറ്റിക് ആയ ഇൻഡാപമൈഡ് ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an antihypertensive drug that causes positive Coombs test. പോസിറ്റീവ് കൂംസ് ടെസ്റ്റ് കാണിക്കുന്ന ഏത് ഡ്രഗാന്ന് നോക്കാം. ഈ പോസിറ്റീവ് കൂം ടെസ്റ്റ് എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്നതാണ് കൂം ടെസ്റ്റ്. അപ്പം ഇത് നമ്മൾ ഒരു ഡ്രഗിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റിൽ പഠിക്കുന്നുണ്ട്. പോസിറ്റീവ് കൂം ടെസ്റ്റ്, അതായത് 1/6 പേഷ്യൻസിലും ഈ കൂം ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്ന ഒരു ഡ്രഗ് ഉണ്ട്. അത് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയുന്ന 1/6 പേഷ്യൻസിലും കൂം ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്ന ഏത് ഡ്രഗാന്ന് നോക്കാം. അറിയോ ഏത് ഡ്രഗാന്ന്? ഫസ്റ്റ് മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, ഹൈഡ്രോലസിൻ, സോഡിയം നൈട്രോപ്രൊസൈഡ്. അപ്പോൾ നിങ്ങൾ ഓർത്തെ മീഥൈൽ ഡോപ്പ ക്ലാസിഫിക്കേഷനും കൂടി ഒന്ന് ഓർക്കാനാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. മീഥൈൽ ഡോപ്പ സെൻട്രൽ സിമ്പതോലൈറ്റിക് ആണ്. ക്ലോണിഡിൻ ഏതാ? അതും ഒരു സെൻട്രൽ സിമ്പതോലൈറ്റിക് ഡ്രഗാണ്. ഹൈഡ്രോലസിൻ നമ്മുടെ വാസോഡയലേറ്റർ ആണ്. സോഡിയം നൈട്രോപ്രൊസൈഡും വാസോഡയലേറ്റർ ആണ്, അത് ആർട്ടീരിയൽ പ്ലസ് വീനസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇതിൽ ഒരു പോസിറ്റീവ് കൂം ടെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് മീഥൈൽ ഡോപ്പയാണ് കേട്ടോ. മറക്കല്ലേ, മീഥൈൽ ഡോപ്പയുടെ സൈഡ് അഡ്വേഴ്സ് എഫക്റ്റിൽ പറയുന്നുണ്ട് പോസിറ്റീവ് കൂം ടെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എ ആണ്, മീഥൈൽ ഡോപ്പ. നോട്ട് ചെയ്തോണേ കേട്ടോ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഇൻ ഹൈപ്പർ ടെൻഷൻ ഇൻ ഡയബറ്റിക് മെൽറ്റസ് ഈസ്. ഡയബറ്റിക് മെൽറ്റസ് ഉള്ള ഒരാൾ ഹൈപ്പർ ടെൻഷനും ഉണ്ട്, അയാൾക്ക് ഡയബറ്റിക് മെൽറ്റസ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഏത് ഡ്രഗ് ആയിരിക്കും കൊടുക്കുന്നത്? ഏത് ഡ്രഗ് ആയിരിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബീറ്റ ബ്ലോക്കർ ആണോ, തയസൈഡ്സ് ആണോ, ACE ഇൻഹിബിറ്റർ ആണോ, കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണോ? നമ്മൾ നേരത്തെ ഒരു ഡ്രഗ് പറഞ്ഞായിരുന്നു, ഡയോക്സൈഡ് ഹൈപ്പർഗ്ലൈസമിക് കണ്ടീഷൻ തരും നമ്മൾ പഠിച്ചായിരുന്നു, അത് ഓർത്തോണേ. അപ്പം ഇവിടെ ഏത് ഡ്രഗ് ആയിരിക്കും ഒരു ഹൈപ്പർ ടെൻഷൻ ഇൻ ഡയബറ്റിക് മെൽറ്റസിന് നമ്മൾ കൊടുക്കുന്നത്? ആൻസർ സി ആണ്, ACE ഇൻഹിബിറ്റർ ആണ് കേട്ടോ. ഇത് നോട്ട് ചെയ്തോണേ, ACE ഇൻഹിബിറ്റർ ആണ് നമ്മൾ ഡയബറ്റിക് മെൽറ്റസും ഉള്ള ഒരാൾ, അതായത് ഡയബറ്റിക് മെൽറ്റസും ഹൈപ്പർ ടെൻഷനും കൂടെ ഉള്ള ഒരാൾക്ക് നമ്മൾ എപ്പോഴും ACE ഇൻഹിബിറ്റർ ആയിരിക്കും കൊടുക്കുന്നത്. ആൻസർ സി ആണ്, ACE ഇൻഹിബിറ്റർ ആണ്. മറക്കല്ലേ, നോട്ട് ചെയ്യണേ.
ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റിക് മെൽറ്റസ് ACE ഇൻഹിബിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർടെൻസീവ് ഡ്രഗ് കോസസ് സെഡേഷൻ? സെഡേഷൻ കോസ് ചെയ്യുന്ന ഏത് ഡ്രഗ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലോണിഡിൻ, ഹൈഡ്രോലസിൻ, ലൊസാർട്ടാൻ, അമിലോഡിപ്പിൻ. ഇതിൽ ഏത് ഡ്രഗാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് വിച്ച് കോസസ് സെഡേഷൻ? ക്ലോണിഡിൻ ഏത് ഡ്രഗാണ്? അതൊരു സെൻട്രൽ സിമ്പതോലൈറ്റിക് ആണ്. ഹൈഡ്രോലസിൻ ഒരു വാസോഡയലേറ്റർ ആണ്. ലൊസാർട്ടാൻ ഒരു ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കിംഗ് ഡ്രഗ് ആണ്. അമിലോഡിപ്പിൻ, നിഫ്ഡിപ്പിൻ ഒക്കെ കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ തന്നെ അറിയാം സെഡേഷൻ കോസ് ഉള്ള ഡ്രഗ് ഏതായിരിക്കും? സെൻട്രൽ സിമ്പതോലൈറ്റിക് ആയ ക്ലോണിഡിൻ ആണ് നമുക്ക് സെഡേഷൻ കോസ് ചെയ്യുന്ന ഡ്രഗ് കേട്ടോ. സെൻട്രൽ സിമ്പതോലൈറ്റിക് ആണ് നമുക്ക് സെഡേഷൻ കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ക്ലോണിഡിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈക്കഫ് ഇസ് എ സൈഡ് എഫക്റ്റ് ഓഫ് ഏത് ഡ്രഗ് ആണ്? ACE ഇൻഹിബിറ്റർ ആണോ? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണോ? ബീറ്റ ബ്ലോക്കർ ആണോ? ആൽഫ ബ്ലോക്കർ ആണോ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം PSCക്ക് ചോദിക്കാറുണ്ട്. ഏതാണ് ആൻസർ? ACE ഇൻഹിബിറ്റർ ആണ് അല്ലേ? ACE ഇൻഹിബിറ്റർ നമ്മൾ ഓൾറെഡി ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ പഠിച്ചായിരുന്നു. എന്താണ് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യത്തില്ല കാരണം ടെറാറ്റോജനിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ ACE ഇൻഹിബിറ്ററിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്, ഒരു മേജർ സൈഡ് എഫക്റ്റ് ആണ് ട്രൈക്കഫ്. മറക്കല്ലേ, ട്രൈക്കഫ് ACE ഇൻഹിബിറ്ററിന്റെ സൈഡ് എഫക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് A, ACE ഇൻഹിബിറ്റർ. ACE ഇൻഹിബിറ്റർ ആണ് ട്രൈക്കഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ACE ഇൻഹിബിറ്റർ പ്രൊഡ്യൂസ് ട്രൈക്കഫ് ബൈ വിച്ച് മെക്കാനിസം? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? ACE ഇൻഹിബിറ്ററിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ബ്രാഡിക്കൈൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്നും ARB അതായത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ബ്രാഡിക്കൈന് അവിടെ എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ACE ഇൻഹിബിറ്റർ ട്രൈക്കഫ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഡിക്കൈൻ്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ ട്രൈക്കഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ARBs സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? അവർക്ക് ബ്രാഡിക്കൈൻ്റെ ലെവല് അവിടെ ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ടാണ് ARBs കൊടുക്കുമ്പോഴത്തേക്കും ട്രൈക്കഫ് പ്രൊഡ്യൂസ് ചെയ്യാത്തതും ACE ഇൻഹിബിറ്റർ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ട്രൈക്കഫ് വരുന്നതും. സോ ദ ആൻസർ, ഇതിൻ്റെ ആൻസർ ബ്രാഡിക്കൈൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യുന്നു എന്നതാണ്. ആൻസർ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. മറന്നുപോയല്ലേ, ACE ഇൻഹിബിറ്റർ അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ട്രൈക്കഫ് ആണ്. ട്രൈക്കഫ് ഉണ്ടാകാനുള്ള കാരണം ബ്രാഡിക്കൈൻ്റെ ലെവൽ കൂടുന്നതാണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതുകൊണ്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് എ റെനിൻ ഇൻഹിബിറ്റർ? റെനിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്താൽ മതി. ഫസ്റ്റ് അലിസ്കിരൻ, ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ ആണ് അലിസ്കിരൻ. സ്പാർനോലാക്ടോൺ ഒരു ഡയൂററ്റിക് ആണ്. പിന്നെ അമിലോഡിപ്പിൻ ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. എനലാപ്രിൽ ഒരു ACE ഇൻഹിബിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? അലിസ്കിരൻ അല്ലേ? ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ അലിസ്കിരൻ ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഡ്രഗ് ഈസ് കൺവേർട്ടഡ് ടു ആൻ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആഫ്റ്റർ അബ്സോർഷൻ. അബ്സോർഷന് ശേഷം ഇതൊരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏത് ഡ്രഗ് ആണെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലെബിറ്റലോള് ബീറ്റ ബ്ലോക്കർ ആണ്. സോറി, ലെബിറ്റലോള് ബീറ്റ ബ്ലോക്കർ അല്ല, ബീറ്റ പ്ലസ് ആൽഫ ബ്ലോക്കർ ആണ് ലെബിറ്റലോളും നമ്മുടെ കാവിഡിലോളും. നെക്സ്റ്റ് ക്ലോണിഡിൻ ഏത് ഡ്രഗ് ആണ്? ക്ലോണിഡിൻ നമ്മൾ പറഞ്ഞു, ക്ലോണിഡിൻ മീഥൈൽ ഡോപ്പയൊക്കെ സെൻട്രൽ സിമ്പതോലൈറ്റിക് ആണ്. നെക്സ്റ്റ് എൻലാപ്രിൽ ഒരു ACE ഇൻഹിബിറ്റർ ആണ്. നിഫിഡിപ്പിൻ അമിലോഡിപ്പിൻ ഒക്കെ ഒരു കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എൻലാപ്രിൽ ആണ്. ഇത് മറക്കല്ലേ, എൻലാപ്രിൽ ഒരു പ്രോഡ്രഗ് ആണ്. ആ കാര്യം നോട്ട് ചെയ്തോ, എൻലാപ്രിൽ ഒരു പ്രോഡ്രഗ് ആണ്. ഈ പ്രോഡ്രഗ് നമ്മുടെ ലിവറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഡീഎസ്റ്ററിഫൈ ചെയ്യും. ഡീഎസ്റ്ററിഫൈ ചെയ്തിട്ട് എൻലാപ്രിലേറ്റ് എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് മാറും. എൻലാപ്രിലേറ്റ് എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് ഇത് മാറും. എൻലാപ്രിൽ ബേസിക്കലി ഒരു പ്രോഡ്രഗ് ആണ് വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻടു ആക്റ്റീവ് മെറ്റബോളൈറ്റ് എൻലാപ്രിലേറ്റ് ആഫ്റ്റർ അബ്സോർപ്ഷൻ. സോ ദ ആൻസർ ഓപ്ഷൻ C ആണ്. എൻലാപ്രിലാണ് ഒരു പ്രോഡ്രഗ് ആണ്. അത് നിങ്ങൾ ഓർത്തോണേ, ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചാൽ എൻലാപ്രിൽ ഒരു പ്രോഡ്രഗ് ആണ്. അത് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയ എൻലാപ്രിലേറ്റിലേക്ക് മാറും. അപ്പം ഇത്രയാണ് ACE നമ്മൾ ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനും
മെക്കാനിസവും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് സൈഡ് എഫക്ട്സും അഡ്വേഴ്സ് എഫക്ട്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ കുറച്ച് വലുതല്ലേ നമ്മുടെ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പം ഞാൻ പാർട്ട് 2 വീഡിയോയിൽ അത് പഠിക്കാനുള്ള സിമ്പിൾ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആ ടെക്നിക്ക് അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് 10 എണ്ണം ഉണ്ട്, 10 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊരു ചെറിയ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. അതും പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. സൈഡ് എഫക്ട്സും അഡ്വേഴ്സ് എഫക്ട്സും ഒക്കെ നമ്മളിപ്പോൾ തന്നെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ കണ്ടു അല്ലേ, ചില കോൺട്രാ ഇൻഡിക്കേഷൻസും സൈഡ് എഫക്ട്സും ഒക്കെ അഡ്വേഴ്സ് എഫക്ട്സും ഒക്കെ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന കുറേ അഡ്വേഴ്സ് എഫക്ട്സും കോൺട്രാ ഇൻഡിക്കേഷൻസും ഒക്കെ ഏതൊക്കെയാണ്, പിന്നെ പ്രഗ്നൻസി കണ്ടീഷനിൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസസും ഒക്കെ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ പഠിക്കാം. നിങ്ങളിപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അതൊരു ട്രിക്ക് വെച്ചുകൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ചോദിച്ച ഈ 35 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഡൗട്ട്സ്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. ഈ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ, കാരണം എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ ഡ്രഗ്സ്. എല്ലാം ചോദിക്കും. കാർഡിയോവാസ്കുലർ ഡ്രഗ്സിൽ എപ്പോഴും ചോദ്യം വരുന്നതാണ്, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് കാർഡിയോവാസ്കുലർ ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സ് എല്ലാം പേരും അതിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു വെച്ചാൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഫാർമസിസ്റ്റിനൊക്കെ PSC ഫാർമസിസ്റ്റിൻ്റെ എക്സാംസിനൊക്കെ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്.